നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തികവേല ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിവിധ ഭക്ത സംഘടനകളുടെ നാടൻ കലാപ്രകടനങ്ങൾ കാർത്തികവേലയെ വർണ്ണാഭമാക്കി. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടഭരണി ആഘോഷത്തിന് ഭക്തി നിർഭരമായ സമാപനം. നിരവധി ഭക്തർ ആഘോഷത്തിൽ പങ്കെടുത്തു. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശിയായ വിദ്യാർത്ഥി റയാൻ മജീദിന് വെള്ളി മെഡൽ. റയാൻ മജീദിന് ആദരവുമായി ചാമക്കാല ജനകീയ കൂട്ടായ്മ. വാർത്തകൾ വിശദമായി. പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തികവേല ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിവിധ ഭക്ത സംഘടനകളുടെ നാടൻ കലാപ്രകടനങ്ങൾ കാർത്തികവേലയെ വർണ്ണാഭമാക്കി. കാർത്തികവേലയുടെ ഭാഗമായി വിവിധ ഭക്തസംഘടനകൾ അവതരിപ്പിച്ച നാടൻ കലാപ്രകടനങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ തുടക്കമായി. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെ നാടൻ കലാപ്രകടനങ്ങൾ നീണ്ടുനിന്നു. ക്ഷേത്രാങ്കണത്തെ വർണ്ണാഭവും നാദമുഖരിതവുമാക്കുന്നതായിരുന്നു ഭക്തസംഘടനകൾ അവതരിപ്പിച്ച നാടൻ കലാപ്രകടനങ്ങൾ. പള്ളിപ്പുറം വിശ്വകർമ്മസഭ ഐവർകളിയും പള്ളിപ്പുറം മുള്ളക്കര ശാസ്താംകടവ് പുലേ മഹാസഭ കാളകളിയും അവതരിപ്പിച്ചു. പള്ളിപ്പുറം മുള്ളക്കര ശാസ്താംകടവ് വടക്കോട്ടുമുറി പുലേ മഹാസഭ കുതിരകളി അവതരിപ്പിച്ച് ആവേശ കാഴ്ചയൊരുക്കി. ശാസ്താംകടവ് സാംഭവ മഹാസഭ പൂതംകളി അവതരണം നടത്തി. പള്ളിപ്പുറം മുള്ളക്കര ശാസ്താംകടവ് വേട്ടുവ മഹാസഭ അവതരിപ്പിച്ച മേളം കാർത്തികവേല ആഘോഷത്തിന് മേളപ്രപഞ്ചമൊരുക്കി. വൈകിട്ട് 3-ന് നട തുറക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്കു ശേഷം അത്താഴപൂജ നടന്നു. വൈകിട്ട് 6:30-ക്ക് കോമരപ്രതിഷ്ഠയ്ക്കായി കലശപൂജ സമർപ്പിച്ചു. വൈകിട്ട് വർണ്ണമഴയ്ക്കു ശേഷം ഗാനാഞ്ജലി അരങ്ങേറി. രാത്രി 10 മണി മുതൽ ക്ഷേത്രം തന്ത്രി വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കീഴ്ക്കാവിൽ ഗുരുതി സമർപ്പണത്തോടെ കാർത്തികവേലാഘോഷത്തിന് ഭക്തി നിർഭരമായ സമാപനമായി. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടഭരണി ആഘോഷത്തിന് ഭക്തി നിർഭരമായ സമാപനം. നിരവധി ഭക്തർ ആഘോഷത്തിൽ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിഷ്ണു ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച പുലർച്ചെ ചുറ്റമ്പലത്തിനകത്ത് കേളി, പറ്റ, തായമ്പക എന്നിവ അരങ്ങേറി. പുലർച്ചെ 4 മണിക്ക് പൂരം എഴുന്നള്ളിപ്പിന് തുടക്കമായി. തുടർന്ന് രാവിലെ 6:30-ക്ക് ഗുരുതി സമർപ്പണം നടത്തി. ഗുരുതിക്ക് ശേഷം രാവിലെ 7 മണിയോടെ പൂരത്തിന് സമാപനമായി. ഉച്ചയ്ക്കു ശേഷം കാർത്തികവേലയുടെ ഭാഗമായുള്ള ചടങ്ങുകൾ നടന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് പൂത്തേരി, സെക്രട്ടറി PK മോഹനൻ, ട്രഷറർ ബിജി ലാൽ മാരാത്ത്, വൈസ് പ്രസിഡന്റ് അജയൻ പണിക്കശ്ശേരി, ജോയിന്റ് സെക്രട്ടറി സുരേഷ് പണിക്കശ്ശേരി എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 25-ന് ശനിയാഴ്ച നട തുറന്ന് പൂജ നടത്തും. രാവിലെ 9 മണിക്ക് പൊങ്കാല സമർപ്പണവും നടക്കും. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശിയായ വിദ്യാർത്ഥി റയാൻ മജീദിന് വെള്ളി മെഡൽ. റയാൻ മജീദിന് ആദരവുമായി ചാമക്കാല ജനകീയ കൂട്ടായ്മ. ചേന്ത്രാപ്പന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വെള്ളി മെഡൽ നേടിയ റയാൻ മജീദ്. ചാമക്കാല സ്വദേശി പള്ളിപ്പറമ്പിൽ അബ്ദുൾ നജീബ് ഷജില ദമ്പതികളുടെ മകനാണ് റയാൻ മജീദ്. 2 ദിവസങ്ങളിലായി ശ്രീലങ്കയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലാണ് സൗത്ത് ഏഷ്യൻ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ റയാൻ മജീദ് വെള്ളി മെഡൽ നേട്ടം സ്വന്തമാക്കിയത്. 18 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിലായിരുന്നു മത്സരം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച കേരളത്തിൽ നിന്ന് 3 പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ചാവക്കാട് ഒരുമനയൂർ സ്വദേശി നബ്ഹാൻ റഷീദ് സ്വർണവും എടമുട്ടം സ്വദേശി മുഹമ്മദ് ഷിഫാൻ വെള്ളി മെഡലും നേടിയിരുന്നു. ദേശീയ കോച്ച് RJ അൻവർ മരക്കാറാണ് പരിശീലനം നൽകിയത്. വെങ്കിടങ്ങ് STMA അക്കാദമിയിൽ നിന്നാണ് 3 വിദ്യാർത്ഥികളും പരിശീലനം നേടിയത്. ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൈവരിച്ച റയാൻ മജീദിനെ ചാമക്കാല ജനകീയ കൂട്ടായ്മ ആദരിച്ചു. ചന്ദ്രാപിന്നിയിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ആനയിച്ച് ചാമക്കാല 3 സെന്ററിൽ സ്വീകരണം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റയാൻ മജീദിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ PK ഹംസ അധ്യക്ഷനായി. കയ്പമംഗലം SHO KT ബിജിത മുഖ്യാതിഥിയായി. ജുജിത്സു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് RJ അൻവർ മരക്കാർ മുഖ്യപ്രഭാഷണം നടത്തി.
പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷ ബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, മഹലു ഖത്തീബ ഷുഹൈബ് ഹുദവി, നടൻ ഷൈജൻ ശ്രീവത്സം, KS അനിൽകുമാർ, EK മുഹമ്മദ് ഹാജി, MCM താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പഴുവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിന് CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ പഠന മികവിന്റെ 100 മേനി തിളക്കം. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ശ്രീഗോകുലം മോഡൽ പരിശീലനമാണ് വിജയ തുടർച്ചയ്ക്ക് കാരണം. കുട്ടികളെ ഉന്നത വിജയത്തിലേക്ക് നയിക്കുന്നതാണ് ശ്രീഗോകുലം മോഡൽ പരീക്ഷാ പരിശീലനം. ഇത്തവണയും സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഉജ്ജ്വല വിജയമാണ് നേടിയത്. ഇതോടെ അക്കാഡമിക് മികവിന്റെ വിജയം തുടരാൻ സ്കൂളിനായി. പരീക്ഷ എഴുതിയ 66ൽ 50 കുട്ടികളും ഡിസ്റ്റിങ്ഷൻ സ്വന്തമാക്കി. PU അശ്വിൻ കൃഷ്ണ, TB ദേവന, KV കർണൻ എന്നീ വിദ്യാർത്ഥികൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങളിലൂടെ വിജയത്തിന്റെ മുൻനിരയിലെത്തി. 20 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും 90% മുകളിൽ മാർക്ക് നേടിയതും അഭിനന്ദനാർഹമാണ്. 24 വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ 100ൽ 100 മാർക്കും നേടി. വിജയനേട്ടത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരെയും രക്ഷിതാക്കളെയും സ്കൂൾ മാനേജ്മെന്റ് അഭിനന്ദിച്ചു. ആത്മവിശ്വാസവും വ്യക്തിത്വ വികസനവും മുൻനിർത്തിയുള്ള പഠനരീതിയാണ് പഴുവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിനെ കേരളത്തിലെ മുൻനിര സ്കൂളുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. കയ്പമംഗലം അയിരൂർ ചാപ്പക്കടവ് ശ്രീഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ മേടപ്പൂമുടി മഹോത്സവം ആഘോഷിക്കും. ഈ മാസം 23-നാണ് ഉത്സവ ആഘോഷമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 9-നും 9:50-നും മതിയുള്ള ചടങ്ങിൽ കൊടിയേറ്റം നടത്തി. തുടർന്ന് രാവിലെ 10:30 കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വൈകിട്ട് ദേശത്തെ കലാപ്രതിഭകളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തിങ്കളാഴ്ച രാത്രി 7:30 ഉണർത്ത ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻപാട്ട് അരങ്ങേറും. 21-ന് ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ഗുളികൻ മുത്തപ്പന് വെള്ളാട്ട് സമർപ്പിക്കും. വൈകിട്ട് 5:30 ചോനിപ്പറമ്പിൽ നാഗക്കാവിൽ നിന്ന് താലം വരവ് നടക്കും. രാത്രി 7:15-ന് ഗാനമേള അരങ്ങേറും. 22-ന് ബുധനാഴ്ച വൈകിട്ട് 5:30-ന് കൂരിക്കുഴി ദേശം ക്ഷേത്രത്തിൽ നിന്ന് താലം വരവ്, തുടർന്ന് രാത്രി 7-ന് പള്ളിവേട്ടയും നടക്കും. ഉത്സവ ദിവസമായ 23-ന് വ്യാഴാഴ്ച രാവിലെ 8:30-ക്ക് ശിവേലി എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 4-ന് അയിരൂർ മഹാക്ഷേത്രത്തിൽ നിന്ന് 3 ഗജവീരന്മാരോടും താളമേളങ്ങളോടും കൂടി ഉത്സവ ഘോഷയാത്ര നടക്കും. തുടർന്ന് 5 മണിക്ക് പകൽപൂരത്തിന് ശേഷം ദീപാരാധന, വർണ്ണമഴ എന്നിവ നടക്കും. രാത്രി 8:30-ക്ക് സോപാന സംഗീതം അരങ്ങേറും. 24-ന് വെള്ളിയാഴ്ച രാവിലെ 6:30-ക്ക് ആറാട്ട് എഴുന്നള്ളിപ്പും തുടർന്ന് 7 മണിക്ക് സമുദ്രത്തിൽ ആറാട്ടും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം ശാന്തി PR ലിജേഷ്, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ KB ഉണ്ണികൃഷ്ണൻ, PS സജേഷ്, PK വേലായുധൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുരോഗമന കലാ സാഹിത്യ സംഘം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനത്ത് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ജാതിവെറിക്ക് എതിരായിരുന്നു പ്രതിഷേധ സദസ്സ്. പെരിഞ്ഞനം സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുധീഷ് അമ്മവീട് അധ്യക്ഷനായി. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അജിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, മേഖലാ സെക്രട്ടറി ഇക്ബാൽ, GC രഘുനാഥ്, KS ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാകാരന്മാർ പ്രതിരോധത്തിന്റെ സംഗീത ശില്പങ്ങളുടെയും കലാരൂപങ്ങളുടെയും അവതരണം നടത്തി. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് ക്ലാസും മായൻകുട്ടി ഹാജി അനുസ്മരണവും സംഘടിപ്പിച്ചു. സൗത്ത് ഏഷ്യൻ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടിയ റയാൻ മജീദിന് ചടങ്ങിൽ ആദരം നൽകി. മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. IRS പ്രസിഡന്റ് KH സലീം അധ്യക്ഷനായി. മുഹമ്മദ് ഫൈസി ഓണംപിള്ളി ഹജ്ജ് ക്ലാസ് നയിച്ചു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി ജുമാ മസ്ജിദ് ഖത്തീബ് അനസ് അൻവരി വെൺമേനാട്, IRS ജനറൽ സെക്രട്ടറി EH ഗന്ന, ട്രഷറർ MCA സനൂബ് അലി, GCC പ്രസിഡന്റ് MCA ഷമീർ അലി, റഫീഖ് സഖാഫി കാട്ടൂർ, വാർഡ് മെമ്പർ നിതീഷ് എന്നിവർ സംസാരിച്ചു. സൗത്ത് ഏഷ്യൻ ജിറ്റ്സു ചാമ്പ്യൻഷിപ്പിലെ വെള്ളി മെഡൽ ജേതാവും ചാമക്കാല സ്വദേശിയുമായ വിദ്യാർത്ഥി റയാൻ മജീദിനെ ചടങ്ങിൽ ആദരിച്ചു. ചേനം സ്വദേശി പാറക്കോട്ട് വളപ്പിൽ വീട്ടിൽ പരേതനായ ദാമോദരൻ മകൻ ഹരിദാസൻ നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് വീട്ടുവളപ്പിൽ നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി.
ഫോൺ 9539080053. പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തികവേല ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിവിധ ഭക്ത സംഘടനകളുടെ നാടൻ കലാപ്രകടനങ്ങൾ കാർത്തികവേലയെ വർണ്ണാഭമാക്കി. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടഭരണി ആഘോഷത്തിന് ഭക്തി നിർഭരമായ സമാപനം. നിരവധി ഭക്തർ ആഘോഷത്തിൽ പങ്കെടുത്തു. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശിയായ വിദ്യാർത്ഥി റയാൻ മജീദിന് വെള്ളി മെഡൽ. റയാൻ മജീദിന് ആദരവുമായി ചാമക്കാല ജനകീയ കൂട്ടായ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.